എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണണേ, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ? ക്രിസ്തുമസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നാലും ഞാൻ പറയാം. യേശുദേവന്റെ ജന്മദിനമായ ഡിസംബർ 25-നാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ബെത്ലഹേമിലെ പുല്ലുകൾ കൊണ്ടുള്ള കാലിത്തൊഴുത്തിലാണ് യേശുദേവൻ ജനിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുമസിന് പുൽക്കൂട് ഒരുക്കുന്നത്. പുൽക്കൂടിൻ്റെ അകത്ത് ഒരുപാട് രൂപങ്ങൾ കണ്ടിട്ടില്ലേ? രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? രൂപങ്ങൾ പ്രധാനമായും ഉണ്ണിയേശുവിൻ്റെയാണ്. പിന്നെ യേശുവിൻ്റെ അമ്മ മേരി, മാലാഖമാർ, ആട്ടിടയന്മാർ, കാലികൾ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇത് മതപരമായ വിശ്വാസങ്ങൾ ആണെങ്കിലും ഇതൊക്കെ ഇന്ന് മതേതരമായ ആഘോഷമായാണ് പല സ്ഥലങ്ങളിലും ആഘോഷിക്കപ്പെടുന്നത്. ക്രിസ്തുമസ് ആഘോഷത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ക്രിസ്മസ് ട്രീ. വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചതാണ് ക്രിസ്മസ് ട്രീ. സ്വർഗരാജ്യത്തിലെ മരമായാണ് ഇതിനെ കണക്കാക്കുന്നത്. പിരമിഡ് ആകൃതിയിലുള്ളതാണ് ഈ മരം. പിന്നെ സ്റ്റാർ, ക്രിസ്തുമസ് നക്ഷത്രം. ക്രിസ്തുമസ് നാളുകളിൽ നക്ഷത്ര വിളക്കുകൾ വീടുകളിൽ തൂക്കിടാറുണ്ട്. ക്രിസ്തുമസിന്റെ പ്രധാന അലങ്കാരങ്ങളിൽ ഒന്നാണിത്. യേശുദേവൻ ജനിച്ചത് രാത്രിയിലാണല്ലോ. അന്ന് വെളിച്ചമേകിയ നക്ഷത്രങ്ങളെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളെ ഇഷ്ടപ്പെടുന്ന സാന്താക്ലോസ്, അപ്പൂപ്പൻ. അപ്പൂപ്പനെ എല്ലാവർക്കും ഇഷ്ടല്ലേ? എന്തുകൊണ്ടാണ് അപ്പൂപ്പനെ ഇഷ്ടം? അപ്പൂപ്പൻ പാട്ടുപാടി ഡാൻസ് കളിച്ച് സമ്മാനങ്ങളുമായാണ് വരുന്നത്. അതുകൊണ്ടാണ് അപ്പൂപ്പനെ നമ്മൾക്ക് ഏറെ ഇഷ്ടം. അപ്പോ നമ്മൾക്ക് അപ്പൂപ്പനുമൊത്ത് ഡാൻസ് കളിച്ച് ഈ വർഷത്തെ ക്രിസ്തുമസും ക്രിസ്തുമസ് അവധിയും നമുക്കടിച്ചു പൊളിക്കാം. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ
കമന്റായി അറിയിക്കണം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ.